പ്രവാചകനും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. വലിയ വിഷയമായടോ. എല്ലാവരും ആയിഷാനെ എന്തു പറ്റിയെന്നറിയില്ല, ചർച്ചകളായി. എല്ലാവരും പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി കയറ് പിടിച്ച് നടക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ വാഹനത്തിന്റെ മുകളിലിരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടപ്പോ ഓടി വന്നിട്ട് ആയിഷ ബീബി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും സമാധാനമായി, എല്ലാവർക്കും സമാധാനമായി. അപ്പോഴാണ് മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു സലൂൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞതെന്തെന്നറിയോ? രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരുപാട് മണിക്കൂർ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വന്നതാണ്. എന്തെങ്കിലുമൊക്കെ നടന്നു കാണും, എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. അല്ലാഹുവേ, നിബിതങ്ങളുടെ ഭാര്യയായ ആയിഷയെ കുറിച്ച് അവിടെ നിന്ന് വിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. എന്നാ ആയിഷ ബീവിയോട് എന്താ സംഭവിച്ചതെന്ന് പോലും സഫ്വാൻ ചോദിച്ചില്ല. ആയിഷയാണെന്ന് പറഞ്ഞപ്പോ എന്തേ ഉമ്മ നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? ആ കാരണം പോലും സഫ്വാൻ ചോദിച്ചില്ല. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച സഹാബിയാ സഫ്വാൻ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ. ആ സഫ്വാൻ തങ്ങളെയും ചേർത്ത് വെച്ചിട്ടാണ് ആരോപണം നടത്തിയത്. എല്ലാവരും ചർച്ച തുടങ്ങിയടോ. മദീനത്ത് ചെന്നു. കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടർന്നു. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം നബിതങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്, നബിതങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അങ്ങനെ പലരും വിശ്വസിച്ചടോ. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. ആയിഷാനെ കുറിച്ച് ചർച്ചയാണ്, സഫ്വാനിനെ കുറിച്ചുള്ള കഥകളാണ്. പടച്ചവനെ, നബിതങ്ങൾ പള്ളിയിൽ പോകും, മിണ്ടൂല, നിസ്കരിച്ച് വീട്ടിനകത്ത് കയറി വാതിലടയ്ക്കും. അള്ളാഹുവിൻ്റെ റസൂലും കേട്ടു മടുത്തു. എവിടെ നോക്കിയാലും ആയിഷയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ സഹികെട്ടിട്ട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയുടെ മിഹ്റാബിൽ കയറി. അള്ളാന്റെ റസൂൽ മിമ്പറിനകത്ത് കയറിയിട്ട് അവിടെ നിന്ന് വിളിച്ചു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എൻ്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാ. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും എൻ്റെ ആയിഷാനെ എനിക്കറിയാം. അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ.